TP വധത്തിന് ശേഷം നടക്കുന്ന ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടമാണ് കോഴിക്കോട് ഒഞ്ചിയം പഞ്ചായത്തിലേത്. ഒരു കാലത്ത് CPIMന്റെ ഉറച്ച കോട്ടയായിരുന്ന ഒഞ്ചിയം പഞ്ചായത്തിലെ ഭരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ RMP പിടിച്ചടക്കുകയായിരുന്നു. CPIMന്റെ കൊലപാതക രാഷ്ട്രീയം മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുമ്പോഴും UDFുമായി ധാരണ ഉണ്ടാക്കാനില്ലെന്ന് RMP നേതൃത്വം വ്യക്തമാക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയം ഏരിയയിൽപ്പെട്ട 4 പഞ്ചായത്തുകളിൽ ശക്തി തെളിയിച്ച RMP ഭരണം പിടിച്ച പ്രദേശമാണ് ഒഞ്ചിയം പഞ്ചായത്ത്. 8 സീറ്റുകളാണ് RMPക്ക് ഇവിടം ലഭിച്ചിരുന്നത്. ഒഞ്ചിയത്തെ വിജയം മറ്റു പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കാമെന്നും UDFുമായി ഒരു ധാരണക്കില്ലെന്നും RMP നേതാവായ KK രമ വ്യക്തമാക്കി. ഒഞ്ചിയത്ത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് മാത്രമല്ല, മറ്റു പഞ്ചായത്തുകളിൽ അതിശക്തമായ നിലയിലേക്ക് RMP മുന്നേറ്റം ഉണ്ടാവുകയാണ്. പക്ഷേ RMP സ്ഥാനാർത്ഥികൾ എല്ലാ സ്ഥലത്തും മത്സരിക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടത് അവരുടെ പരിപാടിയാണ്. കൈവിട്ടുപോയ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായാണ് CPIM രംഗത്തിറങ്ങിയിട്ടുള്ളത്. അതേസമയം RMP അല്ല UDF ആണ് പ്രധാന എതിരാളിയെന്നാണ് CPIM നിലപാട്. അന്നത്തെ സോഷ്യലിസ്റ്റ് ജനത ഒരു മുഖ്യ രാഷ്ട്രീയ ശക്തി തന്നെയാണ്. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടതിൻ്റേതായ ഒരു ദൗർബല്യം വന്നു ചേർന്നിട്ടുണ്ടായി. അതാണ് 2010 തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം. RMP അപ്രസക്തമാണ്. അതേസമയം ഇടത് വലത് മുന്നണികൾക്കെതിരെയുള്ള മൂന്നാം ബദലാകാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. RMPയുടെ സാന്നിധ്യം പ്രദേശത്ത് ഉള്ളതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ മത്സരമാണ് ഒഞ്ചിയത്തുണ്ടാവുക. ഒഞ്ചിയത്തു നിന്നും വി നസീബ്, റിപ്പോർട്ടർ.